പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ റൈസ് പത്തിരിയാണ്. അപ്പം ഞാൻ ചിക്കൻ കറി ഇല്ല, അതിന് പകരം ഞാൻ മുട്ടക്കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ചിക്കൻ കറി മട്ടൻ കറി ഏത് കറിയായാലും നിങ്ങൾക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോയാലോ? തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിലേക്ക് വേണ്ടി 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കപ്പിൻ്റെ 2 കപ്പ്. ഇനി അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടില്ല. കറക്റ്റ് 3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനൊരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം 3.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് വെന്ത് കിട്ടണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കണം. അല്ലെങ്കിൽ ഇത് അവിടെ കട്ട പിടിച്ചു പോകും. നമുക്കൊരു ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് എടുക്കണം. ഇതേപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതിൻ്റെ കൂടെ മുട്ടക്കറി, ഇറച്ചിക്കറി, മട്ടൻ കറി ഇതെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം മാവെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. ഇനി ഒരു ബൗളിലോട്ട് മാറ്റണം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചില്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോവും. മൂടി വെച്ച് കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പരത്തിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ തടയി കൊടുക്കാം. അതിലാണ് പരത്തിയെടുക്കുന്നത്. ഇനി ചപ്പാത്തി കമ്പ് കൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ ഈ പ്ലേറ്റ് കൊണ്ടാണ് പരത്തി കൊടുക്കുന്നത് കേട്ടോ.
ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊള്ളി വരുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതൊരു കാസ്ട്രോളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോഴത്തേക്ക് നല്ല പുള്ളി വരും. കണ്ടില്ലേ, ഒരു സൈഡ് പുള്ളി തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊങ്ങി വരുന്നുണ്ട്, പൂരി പോലെ. ഞാൻ ചെറുതായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും കാസ്ട്രോളിലിട്ടുണ്ട് വെച്ച് കൊടുക്കുക. എല്ലാം ചുട്ട് ഇതേപോലൊരു കാസ്ട്രോളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ചൂടോടെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാക്കി അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ?